അവർ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാറില്ല. ഭയങ്കര മൂഡ് ഓഫ്, അതേപോലെ കുറച്ച് കാര്യങ്ങളിൽ ബിസി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ ആണ്, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ പുറത്ത് പോവുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്നാട്ടോ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ട് പുറത്ത്, അധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മുഖത്ത് ഈ താടിൻ്റെ ഭാഗത്ത് നല്ല വലിയൊരു കുരു വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കണം. അതുവരെ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ടതിന് തലയിൽ തേക്കൽ ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ തേച്ചപ്പോൾ അവിടെ റെഡ് കളർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ മെഹന്തി ഇട്ടിട്ട് മെഹന്തി ഇങ്ങനെ തേക്കാറുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഇത് അസ്നാൻ്റെയാണ് കേട്ടോ ടീഷർട്ട്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ലൂസിലിടാറ്, പക്ഷെ ഇതൊന്നും കൂടി ലൂസായപ്പോൾ ഭയങ്കര രസമുണ്ട്. പിന്നെ ഞാൻ അധികം ഒരു ബ്ലാക്ക് ലൂസായിട്ടുള്ള പാൻറ്റാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ലൂസ് ഫിറ്റ് പാൻറ് ആട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പൂട്ടി ഇറങ്ങി ഗായ്സ്. ഇനി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല വെയിലാണ്. ഇറങ്ങണോ വേണ്ടേന്ന് ആലോചിച്ച് പിന്നെ റൂമിൽ തന്നെ ഇരുന്ന് പിന്നെ അവിടെ തന്നെ ഇരിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ ഇറങ്ങിയതാണ്. പോണ വഴിക്ക് നമ്മൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ 15 മിനിറ്റ് എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ലൊക്കേഷനിൽ നോക്കിയപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് അതേപോലൊരു സ്ഥലത്താണ്. ഇതൊന്നുമല്ല ഞങ്ങൾ വീഡിയോയിൽ കണ്ടത്, വേറൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇവിടെയാണ് എത്തിയത്. എന്തായാലും ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ വെയിലായതുകൊണ്ട് അധികം നിൽക്കാൻ നിന്നില്ല. ഭയങ്കര നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അധികം ഒന്നും നിൽക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എണീറ്റപ്പോഴേ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും കഴിച്ചില്ല. എനിക്ക് ഈ ഒരു കടമക്കുടി ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കുറേ ഐലൻഡ് പോലെയൊക്കെയാണ്, നല്ല രസമാട്ടോ കാണാനൊക്കെ. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി 3-4 കടയിൽ കയറിയതിന് ശേഷമാണ് ഈ ഒരു ഷോപ്പ് കിട്ടിയത്. അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ എന്തൊക്കെ ക്ലോസ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാട്ടോ ഇവിടെ എല്ലാ ഷോപ്പും തുറക്കാറ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ 3 മണി കഴിഞ്ഞില്ലേ. അപ്പോൾ നട്ടുച്ചക്കൊന്നും തുറക്കുമല്ലോ, ഒരു 5-6 മണി കഴിഞ്ഞാലേ അവിടെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ കട്ട്ലേറ്റും അതേപോലെ ചിക്കൻ റോളും പിന്നെ ഞാനൊരു ചോക്ലേറ്റ് ഷേക്കും ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് ഞാൻ എൻ്റെ ആക്രാന്തമൂത്ത് എടുക്കുമ്പോഴത്തേന് അതൊന്ന് താഴത്തോട്ട് പോവുകയും ചെയ്തു. പിന്നെ അതൊരു പട്ടി വന്നപ്പോൾ അതിനിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ചോക്ലേറ്റ് ഷേക്കൊക്കെ. പിന്നെ അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഒന്നും വയറ് നിറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഒരു പപ്സ് വാങ്ങി കഴിക്കാൻ നോക്കിയപ്പോഴാണ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അത് ഒരുമാതിരി എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ചില്ലേ. ഇനി നെക്സ്റ്റ് കയാക്കിങ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വീഡിയോയിൽ കണ്ടതും കയാക്കിങ് ചെയ്യണതായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആകെ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളത് കൊച്ചിയിൽ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരു കൊച്ചിയിൽ നിന്ന് ഒരു 23 കിലോമീറ്റർ എന്തോ ഉള്ളോട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ കാണാൻ ഫുൾ ഐലൻഡ് പോലെയാട്ടോ ഇവിടെ ഫുള്ളുള്ളത്. നമ്മളവിടെ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റീല് കണ്ട് വന്നതാണ്. റീലില് പക്ഷേ ഈ ഒരു ഭാഗത്തല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കയാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അപ്പോൾ ബാക്കി കാണാം. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വഴി ആകെ തെറ്റിക്കിടക്കുകയാണ്. ഏതിനെ പോകണ്ടെന്ന് അറിയണില്ല. ആദ്യേനെ വന്നിട്ട് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരിക ചെയ്തത്. പക്ഷേ വഴി തെറ്റി. ഒരു വരമ്പ് പോലെയാണ്. ഇനി അവിടേക്ക് എത്തി എങ്ങനെയാണെന്ന് അറിയില്ല. അത് നോക്കട്ടെ. അപ്പം നമുക്ക് നെക്സ്റ്റ് വഴി നോക്കാം. ഇവിടെ ഫുള്ള് തുരുത്തോളായതുകൊണ്ട് നമ്മൾ മുമ്പ് ഇവിടെ വരാത്തോണ്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാ അവിടേക്ക് പോവുക എന്നുള്ളത് ഭയങ്കര ഷോക്കാട്ടോ. എങ്ങനെയാ അവിടേക്ക് പോകണ്ടെന്നുള്ളത് കറക്റ്റ് അറിയണില്ല. ജസ്റ്റ് ഒക്കെ വരുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ബാക്കൊക്കെ വെള്ളം. ഗ്രാമീണല്ലോ കൊച്ചിയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാട്ടോ. ഈ ഒരു സിറ്റി അല്ലേ ഫുള്ള്. സിറ്റിയിൽ നിന്നൊക്കെ ഉള്ളോട്ട് നിൽക്കുമ്പോൾ അടിപൊളിയാണ്. എനിക്കിഷ്ടം എങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഇനി അവിടേക്ക് എങ്ങനെ എത്തുക എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് ചോദിച്ച് പോയിട്ട് നോക്കാം. എനിക്ക് കുറേ ആയിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഈ ഒരു ഇതിൽ കയറണമെന്ന്. പക്ഷേ ഇപ്പം കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതത്രയൊക്കെ അങ്ങോട്ട് ഉറപ്പില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വഴി നോക്കിയിട്ട് വരാം. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയെന്നല്ല, ആരോടൊക്കെയോ ചോദിച്ച് അവസാനം നമുക്ക് കുറച്ച് വഴിയൊക്കെ പറഞ്ഞു തന്നു. കുറേ മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾ പിന്നെ സ്റ്റോപ്പായിട്ടോ. പിന്നെ തിരിച്ചു വരിക ചെയ്തത്. ഇനി സ്ഥലം കറക്റ്റാണോ എന്ന് പോയി നോക്കാം. ഓക്കെ, ഒരു ബോർഡ് കണ്ടു കയാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഇതാ ഈ ബോർഡ് കണ്ടിട്ട് കേട്ടോ വണ്ടി നിർത്തിയത്. ഇനി നോക്കട്ടെ, ചോദിച്ചപ്പോൾ ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്. പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ ഗെയ്സ്, പിന്നെയും പാളം തെറ്റി. സമയം കഴിഞ്ഞു. 4 to 7 മണി വരെ ഉള്ളൂ. ഇപ്പോൾ ടൈം 6 മണിയായി. അതുകൊണ്ട് ഇനി കൊണ്ടുപോകില്ല, 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇവിടേക്കൊരു വണ്ടി വരും. വണ്ടിയല്ല, ഒരു വഞ്ചി. അതിൽ നമ്മളെ കയാക്കിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കേട്ടോ ചെയ്യുക. പക്ഷേ സമയം കഴിഞ്ഞു ഗൈസ്. പിന്നെ ഒരു ദിവസം നോക്കാം, അപ്പോൾ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ നോക്കാം. നമ്മൾ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഈ ഒരു വഞ്ചിയിലാണ് നമ്മുടെ കയാക്കിങ് ചെയ്യുന്ന സ്പോട്ടിലേക്ക് കൊണ്ടുപോകുക കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. ഈ ഒരു പാലം ഞങ്ങൾ പോകുമ്പോൾ ഫുള്ള് ആരും ഇല്ലാതെ കിടക്കായിരുന്നു. തിരിച്ചു വരുമ്പോൾ അത് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂ അടിപൊളിയാണ്, നല്ല രസമാട്ടോ കാണാൻ. ആദ്യത്തെ പ്ലാനിൽ പോയി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ഗാർഡനിൽ കുറച്ച് ചെടി വാങ്ങാനുണ്ട്. ഞാൻ കുറേ ചെടി നോക്കി, പക്ഷേ എനിക്ക് ഈ പൂവുണ്ടാവുന്ന ചെടി കൊണ്ട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഇല പോലത്തെ കുറേ ഇലകളാട്ടോ എനിക്കിഷ്ടം. പൂവൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കുറേ തിരഞ്ഞ് നടന്നു. ചെറുതും വേണം വലുതും വേണമായിരുന്നു അവിടെ ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന വെള്ള കണ്ടോ, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റോസ്മേരി അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ എടുത്തു. ഞാനത് എടുത്തത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു രണ്ട് ചെടി എടുത്തു. അത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കുറച്ച് വലുതായിട്ട് തോന്നുന്നതും പിന്നെ ഒരു എന്താ പറയുക, റോസ്മേരീൻ്റെ ഉണ്ടാവില്ലേ, അത് അതിന് 40 ഉറുപ്പ്യ എന്താ വരുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ അതൊന്നും എടുത്തു. പിന്നെ ഇനി 2 കൂടി വേണം. അപ്പോൾ ഇതൊക്കെ എടുത്താൽ ഇങ്ങനത്തെയാണ് വേണ്ടത്. അപ്പോൾ അത് നോക്കുകയാണ്. നമ്മുടെ അവിടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ എന്തായാലും പറയുക ബാൽക്കണി പോലെയാണ്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കട്ടെ, എടുത്തത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ആദ്യം പോയി കുറച്ച് വെള്ളം കുടിക്കട്ടെ, നല്ല ദാഹമുണ്ട്. ഇനി ചെടി കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.